ഭാര്യക്ക് ദേഷ്യം വന്നാല് അത് നിയന്ത്രിച്ച് വേഗം അങ്ങ് ശരിപ്പെടുത്തേണ്ടത് ഭർത്താവാണ്. ഭർത്താവ് അങ്ങ് നിയന്ത്രിക്കാനേ ഉള്ളൂ അത്. പക്ഷെ ഭർത്താവ് അതിനേക്കാളും പെണ്ണായിട്ട് നിനക്ക് തന്നെ ഇത്ര അഹങ്കാരാണെങ്കിലും ആണോ എനിക്ക് എത്ര വേണം എന്ന് ചോദിച്ചാൽ പിന്നെ അത് അവസാനം ത്വലാഖിലേക്ക് എത്തും. അതങ്ങനെയാണ്. ത്വലാഖ് പറ്റൂല. ഹലാലിന്റെ കൂട്ടത്തിൽ ഇവിടെ ത്വലാഖിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഒച്ചപ്പാട് ഒറ്റക്ക് ഉണ്ടാക്കണ്ടല്ലോ. ഹലാലിന്റെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാകുമ്പോ വേറൊരു വഴിയില്ലാതാകുമ്പോ അവസാനം എത്തിപ്പെടാനുള്ളതാണ്. വേറെ ഒരു വഴിയില്ല. പിന്നെ ഇങ്ങനെ തമ്മിലടിച്ചിട്ട് ആയുസ് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. ദുനിയാവിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ, പിന്നെ ഖബറില. ദുനിയാവിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ, പിന്നെ ബർസഖിലാണ്. അതുകൊണ്ട് ആ ഒരു ജീവിതം വെറുതെ ഇങ്ങനെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തീർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി തമ്മിൽ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നാ അതനുസരിച്ച് തീരുമാനം എടുക്കണം. രണ്ടു കുടുംബം ഒരു നിലക്കും കഴിയണില്ല, എല്ലാരും ഇടപെട്ട് നോക്കി. എന്നാ പിന്നെ ഇയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ടാകട്ടെ, അവൾക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാകട്ടെ, ജീവിച്ചു പോട്ടെ അങ്ങ് ആയുഷുള്ള കാലത്തോളം.